നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ട്യൂബ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ന്യൂസ് പേപ്പർ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊരു ഇറുക്കിൽ വെച്ചിട്ടൊന്ന് ചുരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ചധികം പേപ്പർ ട്യൂബ്സ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പേപ്പർ ട്യൂബ്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പേപ്പർ ട്യൂബ്സ് അതിലായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ കാർഡ്ബോർഡ് പീസ് എടുക്കണമെന്നില്ല. ആ ഒരു ന്യൂസ് പേപ്പർ ട്യൂബ്സ് ഉണ്ടല്ലോ, അത് തമ്മിലിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ കാർഡ്ബോർഡ് പീസിലായിട്ട് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ കാർഡ്ബോർഡ് പീസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പേപ്പർ ട്യൂബ്സ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടറ്റത്തുനിന്നും കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ലെവലാക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ദാ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ കളർ അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് വേറെ കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് രണ്ട് ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ രണ്ട് പീസസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നും വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചെയ്യുന്നത് ഒരു പെൻസിൽ ഹോൾഡറാണ്. അങ്ങനെ നമ്മുടെ രണ്ട് പീസസും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ചെറിയ അലങ്കാര പണികളൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ റോസ് കളർ പേപ്പറിൽ നിന്ന് നമ്മൾ സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലായിട്ട് കണ്ണിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ കുറച്ചൊന്ന് അമർത്തി വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ ആയിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ രണ്ടും ഏകദേശം സെയിം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കണ്ണൊക്കെ ഒട്ടിച്ചെടുക്കുമ്പോൾ രണ്ടും വേറെ രീതിയിലായാൽ എന്തോ പോലെ ഇരിക്കില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏകദേശം സെയിം ആയിട്ട് തന്നെ എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മളിവിടെ ആയിട്ട് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അങ്ങനെ നമുക്ക് രണ്ട് കണ്ണും ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ.
ഇപ്പോൾ 2 കണ്ണും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പേപ്പർ ട്യൂബ് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ 2 പീസിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരെണ്ണത്തിൽ മാത്രമേ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ണൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ഐബ്രോസൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കളർ പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നോക്കിയപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഐബ്രോൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ആ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു പേപ്പർ പീസിൽ നിന്ന് തന്നെ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ചുണ്ടാണ് കേട്ടോ. അതുകൂടി ഒട്ടിച്ച് കഴിയുമ്പോൾ കാണാനായിട്ട് നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇതുപോലത്തെ സംഭവങ്ങളോടായിരിക്കുമല്ലോ കുറച്ചുകൂടി ഇഷ്ടം ഉണ്ടാവുക. പിന്നെ വേണമെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു പേപ്പർ ട്യൂബ്സ് ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഒട്ടിച്ചെടുത്തല്ലോ, അത് കഴിഞ്ഞിട്ട് അതിനടിയിലായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അവിടെ വെച്ച് നിർത്താം കേട്ടോ. അങ്ങനെ ഒരു പെൻസിൽ ഹോൾഡറായിട്ട് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കണ്ണും വായുമൊക്കെ വെച്ചെടുക്കുക. അപ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടി ക്യൂട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് നമുക്ക് നല്ല ക്യൂട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു കളർ പേപ്പറിൽ നിന്നായിട്ട് ഇതുപോലെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 സൈഡിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 എണ്ണത്തിലും ഇതുപോലെ ആ പേപ്പർ പീസസ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനായിട്ട് കുറച്ചുകൂടി ഒരു ഭംഗിയായിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 2ഉം കൂടി ഒരുമിച്ച് ഒട്ടിച്ചെടുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2ഉം ഒരുമിച്ചാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാർഡ്ബോർഡിൽ നിന്ന് ഇതുപോലെ കുട്ടി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലായിട്ട് ഇത് 2ഉം നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് 2ഉം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോളെന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.